तद्धामदाक्षिण्यजुषा सुमूर्त्यां जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यमाद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तम् विद्राविताशेषतमोगणेन मुद्राविशेषेण मुहुर्मुनीनां निरस्य मायां दयया विधत्ते देवो महान् तत्त्वमसीति बोधम् ममाद्यदेवो वटमूलवासी कृपाविशेषात् कृतसन्निधानः ओंकाररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तम् अपाकरोतु अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचम् इमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् यस्माज्जातं जगत्सर्वं यस्मिन्नेव प्रलीयते येनेदं धार्यते चैव तस्मै ज्ञानात्मने नमः। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमोऽप्यः। सर्वोपप्लवरहितप्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। നിലയം പറഞ്ഞു മനസ്സിനെ എങ്ങനെ അന്തർമുഖമാക്കി ആത്മസ്വരൂപത്തിൽ നിർത്താം. ഇത് ഉപനിഷത്ത് എങ്ങനെ പറയുന്നു?
വാക്കിനെ, ഇന്ദ്രിയങ്ങളെ പുറമേക്ക് ഉള്ള വെറും ദ്വാരങ്ങളാണ് എന്ന് പറയും. അപ്പം കണ്ണുകൊണ്ട് കാണാതെ ഇരിക്കുക, മനസ്സ് പുറകിലില്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കാണില്ല. ചിലപ്പോൾ ഉള്ളിലിങ്ങനെ ജപം, ധ്യാനം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കാണില്ല. അതുപോലെ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ ആവുന്നത്ര ശബ്ദമില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുക. ശബ്ദാദീൻ വിഷയാന് ത്യക്ത്വ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ചിലപ്പോൾ അത് നമുക്ക് സാധിക്കില്ല. ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇട്ടുമുട്ടി കൊണ്ട് വീട് പൊട്ടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവരോട് പോയി വീട് പൊട്ടിക്കണ്ടെന്ന് പറയാൻ പറ്റും? ഒന്നിലടിക്കും, അല്ലെങ്കിൽ ഡറെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ശബ്ദത്തിന് അർത്ഥമില്ലാത്തതുകൊണ്ട് വലിയ ഡിസ്റ്റർബൻസിൽ. സിനിമാ പാട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയണത്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിക്ക് അർത്ഥം വയ്ക്കും. അപ്പം അത് കൂടുതൽ ഡിസ്റ്റർബിങ് ആണ്. അപ്പം ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം ഇതൊക്കെ കഴിയുന്നതും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ലെവലിൽ നിർത്താം. വിഷയങ്ങളെ പുറത്ത് നിർത്തിയിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ കാണാം ആ വിഷയങ്ങൾ മനസ്സിലുണ്ട്. അവിടെ നിന്നും വീണ്ടും അതിനെ ബുദ്ധി കൊണ്ട് നിയമനം ചെയ്ത് ആർക്കാണിത് വരണത് എന്ന് ചോദിച്ച് യോ ബുദ്ധേഹേ പരതസ്തു സഹ, ബുദ്ധിക്കപ്പുറമുള്ളതായി തൻ്റെ സ്വരൂപം. നോക്കൂ, ഭഗവത്ഗീതയിൽ ബുദ്ധിക്കപ്പുറം സാക്ഷിയായിട്ട് ഏതൊന്നുണ്ടോ അത് ആത്മാ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഉപനിഷത്ത്, കഠോപനിഷത്ത് അതിനു പുറകിൽ മഹത്തത്വമെന്നും അവ്യക്തമെന്നും പുരുഷനെന്നും സാഖ്യസിദ്ധാന്തത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. ആരാ ചോദിച്ചത്? പേര് എഴുതണം ചോദിക്കുമ്പോൾ, അതാണ് മര്യാദ. അതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ? കറക്റ്റാണ്. അതായത് നമ്മളുടെ തലത്തിൽ നിന്നും ബുദ്ധി വരെയേ നമുക്ക് പ്രവൃത്തിയുള്ളൂ. അതിനപ്പുറം ഉള്ളത് നമ്മൾ പറയണത് ബുദ്ധിമുട്ടെന്നാണ്. എന്ന് വെച്ചാൽ ബുദ്ധി മുട്ടിക്കൊണ്ടിരിക്കും, അങ്ങോട്ട് പോകാൻ വയ്യ. ബുദ്ധിക്കപ്പുറമുള്ള തലങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെ ശരിക്കും ഒന്ന് തന്നെ. പക്ഷെ അവ്യക്തം എന്ന് പറയുന്നത് നമ്മൾ നിദ്രയാണ്. അവ്യാകൃത പ്രകൃതി, വ്യാഹൃതമല്ല. ചില സ്ഥലത്തൊക്കെ ഗീതയിൽ ബ്രഹ്മത്തിന്, ആത്മാവിന് അവ്യക്ത ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് അത് അവ്യാകൃത പ്രകൃതിയാണ്. അവ്യക്താദ്യക്തയ സർവാഹ പ്രഭവന്ത്യവ അഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സംജ്ഞകേ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവ്യാകൃതാകാശ ഉഷത് പ്രകാശ ആകാശ ഉച്ചൈരവിവത് പ്രകാശത്തെ സ്വതേജസാ വിശ്വമിതം പ്രകാശയൻ എന്ന് പറഞ്ഞ് വിവേക ചൂടാമണിയിലുണ്ട്. അപ്പോൾ അവ്യക്തം മഹത്ത്, അവ്യക്തം പുരുഷൻ. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മഹത്തത്വം എന്ന് പറയുന്നത് ഈ ഞാൻ എന്നുള്ള അനുഭവമാണ്. ഈ അനുഭവത്തിൽ അവിദ്യ മാറാത്തിടത്തോളം കാലം ഈ ശരീരത്തിനകത്ത് ഒരു ഞാൻ, ശരീരത്തിനകത്ത് ഒരഹം ബോധം ഉണ്ടെന്ന് തോന്നും. ഒരു വരമ്പുണ്ട് ഈ ശരീരത്തിന്. ഇവിടെയാണ് ദ്വൈതികളും
വിശിഷ്ടാദ്വൈതത്തിലൊക്കെ വന്ന് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ശരീരമുണ്ട്, ശരീരം ഞാനല്ല, ഞാൻ ആത്മാവാണ്, ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇതെല്ലാവർക്കും ലോജിക്കലി കൺവിൻസിങ് ആണ്, ഒരു പ്ലെയിൻ വരയ്ക്കും. പക്ഷെ അതുകൊണ്ട് ബന്ധനിവൃത്തി ഉണ്ടാവില്ല. ഈ അവ്യക്തം ഈ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഞാൻ എന്നുള്ള തോന്നലിനെയും ഒക്കെ വിഴുങ്ങിക്കളയുന്ന ഒരു പ്രതിദിനാനുഭവമാണ് നിദ്ര. പിണ്ടത്തിൽ, ഈ ജീവനിൽ, വ്യഷ്ടിയിൽ നമുക്ക് പ്രതിദിനമുള്ള അനുഭവമാണ് ഈ അവ്യക്തം. എല്ലാത്തിനും വിഴുങ്ങിക്കളയും. ഈ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ അതാണ് എന്താണ് അവ്യക്താത് വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തെ ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. അപ്പം ഈ ജീവഭാവം അടക്കം, ഞാൻ എന്നുള്ള അഹങ്കാരം അടക്കം അത് ലയിച്ചു പോകും. പക്ഷേ വാസ്തവമായ സത്തയെ, സച്ചിദാനന്ദമായ വസ്തുവിനെ അതൊന്നും ആക്കുന്നില്ല. ആ അവ്യക്തത്തിലും കേവല സുഖസ്വരൂപമായ നിർവിശേഷമായ വസ്തു എല്ലാവർക്കും അനുഭവസ്വരൂപമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എണീറ്റിട്ട് സുഖമായി ഉറങ്ങി എന്ന് പറയണത്. ഒന്നും അറിഞ്ഞില്ല എന്നും പറയണം. ഒന്നും അറിഞ്ഞില്ല ആണ് അവ്യക്തം. സുഖമായി ഉറങ്ങി എന്ന് പറയണമല്ലോ, അതാണ് പുരുഷൻ. സംപ്രസാദ പുരുഷ എന്നൊക്കെ ബൃഹദാരണ്യക ഉപനിഷത്ത് അത് വിസ്താരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് അവ്യക്തം. സുഖമായിരുന്നു എന്ന് പറയുന്നത് ആ നിദ്രയല്ല, അത് ചൈതന്യത്തിൻ്റെ സൗഖ്യമാണ്. അപ്പം ആ ചൈതന്യത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ നിദ്ര നീങ്ങിപ്പോകും. എന്ന് വെച്ചാൽ ഉറക്കം ബുദ്ധിയുടെ ആഭരണം, സത്യം അറിഞ്ഞില്ല എന്നുള്ള ആ ദോഷം നിവർത്തിച്ചു പോകും. അപ്പോൾ ഈ ഉപാധിയുടെ വരമ്പ് കടന്നിട്ടുള്ള അനുഭവത്തിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. സർവോപാധി വിനിർമുക്ത ചൈതന്യം, സർവോപാധികളുടെയും വരമ്പ് കടന്നിട്ടുള്ള ലിമിറ്റേഷൻ വളരെ ഉയർന്ന വിഷയമാണ്. എല്ലാവർക്കും ഒന്നും അർത്ഥാവില്ല, എനിക്കറിയാം. എങ്കിൽ ഈ ചോദിച്ച ആളുകൾക്ക് വേണ്ടി പറയാം, ഈ ലിമിറ്റേഷനൊന്നുമില്ലാത്ത അനുഭവം ബ്രഹ്മം എന്നപ്പോൾ അതിനെ പറയണം. ആ ബ്രഹ്മാനുഭവം അത് പറയേണ്ട ആവശ്യമില്ല. ബുദ്ധിക്കും സാക്ഷിയായിട്ടിരിക്കുന്ന അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി അത്രയും മതി. നാരായണായ നമഃ. പക്ഷേ പരിപൂർണമായും ഞാൻ മുക്തനായി സ്വതന്ത്രനായി എന്നുള്ള സാക്ഷാത്തായ അനുഭവം വരണമെങ്കിൽ ഈ ഉപാധിയുടെ വരമ്പ് കടന്നു പോകണം. ഈ ഉപാധിയുടെ വരമ്പ് കടന്നു പോവാനാണ് ഈ യത്നം മുഴുവൻ. ഈ ഉറക്കത്തിന് കടന്നു പോവാൻ, ഈ ഉറക്കത്തിൻ്റെ മണ്ഡലം കടന്നു പോവാൻ. ജാഗ്രതും സ്വപ്നവും ഒക്കെ തന്നെ മനസ്സിനെ നിയമനം ചെയ്താൽ കടന്നു പോകും. പക്ഷെ ഉറക്കം അവിടെ തന്നെ ഉണ്ട്. ആ ഉറക്കം കടന്നു പോയി കഴിയുമ്പോൾ പുരുഷ, പൂർണ്ണത്വം എന്നർത്ഥം. പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആളൊക്കെ തോന്നും, അങ്ങനെ തോന്നണ്ട. പൂർണ്ണവസ്തു, അതിനെ ബ്രഹ്മമെന്ന് ശ്രുതി വിളിക്കുന്നു, നിർവാണമെന്ന് പറയുന്നു. അങ്ങനെ ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും അവ്യക്തത്തിൻ്റെയും വരമ്പ് കടന്നിട്ടുള്ള വികൽപ്പം ഒന്നുമില്ലാത്തതായ ചൈതന്യത്തിൻ്റെ അനുഭവം, നിർവാണത്തിൻ്റെ അനുഭവം, ഇതാണ് ശ്രുതി ഇവിടെ പറഞ്ഞത്. ഇതിന് അതൊക്കെ ഇരിക്കട്ടെ, വളരെ ഉയർന്ന വിഷയം. ആരംഭപടിയെ ധ്യാനത്തിന് തടസ്സം എന്താ? ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ്. അതാണ് ഇന്നലെ പറഞ്ഞത്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂഹു തസ്മാത് പരാം പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത്
ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. താനീ പരാഞ്ചി ഏവ ശബ്ദാദി വിഷയപ്രകാശനായ പ്രവർത്തന്തെ. ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പുറമേക്ക് തിരിഞ്ഞ് പല വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വ്യതൃണത് ഹിംസിതവാൻ ഹനനം കൃതവാൻ ഇത്യർത്ഥഃ. എന്നുവെച്ചാൽ ഈ യോഗി മനസ്സിനെ അന്തർമുഖമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുക, അടുത്ത മുറിയിലുള്ള വർത്തമാനം മനസ്സിലാവുക, അതൊക്കെ ആകുമ്പോൾ ഇയാൾക്ക് തോന്നി ഇതിപ്പോൾ നമുക്ക് പ്രയോജനപ്പെടാത്ത കാര്യമായല്ലോ. അതാണ് വ്യതൃണത്. നമുക്ക് ഒക്കെ സുഖമായിട്ട് ആത്മധ്യാനം ചെയ്യണമെന്ന് ശ്രമിക്കുമ്പോൾ ഒന്നും പറ്റണില്ല. പുറത്ത് ഉള്ള ഓരോ കാര്യം അവിടെ ഇപ്പം എന്താണോ പറയണത്, എന്നെക്കുറിച്ചായിരിക്കുമോ. ഒരാൾ കാട്ടിൽ പോയി ധ്യാനിക്കാനുള്ളൂ, വീട്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പോൾ ഒരു ഏകാന്ത സ്ഥലത്ത് പോയി ധ്യാനിക്കാനിരുന്നു, കണ്ണടച്ച് ധ്യാനിക്കാനിരുന്നു. അപ്പോൾ കുറേ ശബ്ദമൊക്കെ കേട്ടു. നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് കുളത്തിൽ നിന്ന്. അത് കണ്ടു. കണ്ടപ്പോൾ ഇയാളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു. ഇയാൾ ഇത് ശരിയാവില്ല. അടുത്ത ദിവസം ഒരു നല്ല തുണി എടുത്തിട്ട് കണ്ണിൽ കെട്ടി. നമ്മൾ പ്ലെയിനിൽ പോകുമ്പോഴൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടോ, കണ്ണൊക്കെ കെട്ടാൻ ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചെവി കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കണ്ണിൽ കെട്ടി ഇനിയിപ്പോൾ സുഖമായിട്ട് ധ്യാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ അവിടെ പോയിരുന്നു. കണ്ണ് കെട്ടിയപ്പോണ്ട് ഈ കുട്ടി കറക്റ്റ് സമയമാണ്. ഒരു 8 മണിയാവുമ്പോൾ കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കാലിൽ പാദസര ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ചില ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇത് ശരിയാവില്ല എന്ന് ഇന്നലെ പറഞ്ഞ പോലെ ഒരു 2 പ്ലഗ് ഉണ്ടാക്കി ചെവിയിലേക്ക് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചു. നല്ലവണ്ണം ശബ്ദം കേൾക്കാത്ത രീതിയിൽ വെച്ചിട്ട് അവിടെ പോയിരുന്നു. അടുത്ത ദിവസം ഇനി സേഫായി എന്ന് വിചാരിച്ചാൽ ഈ കുട്ടി നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ് പോണത്. അപ്പം അതിൻ്റെ മണം ഇങ്ങനെ വരണു. ഇയാൾ വിചാരിച്ചു, ഇത് വലിയ ഉപദ്രവമായല്ലോ, മൂക്കിൽ മണവും വേണ്ട എന്ന് പറഞ്ഞാൽ അതും എന്തോ ഒരു സാധനം ഇട്ടിട്ട് മറിച്ചു. ഇനിയിപ്പോൾ സേഫ്, ഒരു ശബ്ദവും കേൾക്കില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം അപ്പോൾ 7-7:30 മണി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സ് പറയാം, ഇപ്പം ആ കുട്ടി ഇങ്ങനെ പോകണ്ടാവും, ഇങ്ങനെ പോകണ്ടാവും. ഇതാണ് മനസ്സിൻ്റെ വികല്പസ്ഥിതി. അതെങ്ങനെയാണെങ്കിലും ചാടി പുറത്തേക്ക് പോവാണ്. എല്ലാം മനസ്സിൻ്റെ ഉള്ളിലാണ്. പരാഞ്ചിഖാനി വ്യതൃണത്, അത് ഹിംസ. നമുക്ക് ആത്മധ്യാനത്തിന് പ്രയോജനപ്പെടുന്നില്ല. തസ്മാത് പരാങ് പശ്യതി, അതുകൊണ്ട് വെളിയിൽ കാണുകയാണ്, ഉള്ളിൽ കാണുന്നില്ല. അന്തരാത്മാവിനെ കാണുന്നില്ല. കശ്ചിത് ധീര, ആരോ ഒരു ധൈര്യശാലി. ധീരൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ അന്തർമുഖമാക്കി ആത്മധ്യാനം ശീലിപ്പിക്കുന്നവൻ. പ്രത്യേകാത്മാനം ഐക്ഷത്, പ്രത്യേകാത്മാവിനെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് കണ്ടു. എങ്ങനെ കണ്ടു? ആവൃത്ത ചക്ഷുഹു, ഇന്ദ്രിയങ്ങളെ എങ്ങനെ ആവൃത്തം എന്ന് വെച്ചാൽ ഇങ്ങനൊരു വൃത്തം ആണല്ലോ, അതിങ്ങനെ ചുറ്റി വരിക, തന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. പുറമേക്ക് പോകുന്ന മനസ്സിനെ, ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് പോകുന്ന മനസ്സിനെ അന്തർമുഖമാക്കിയാൽ ഇന്ദ്രിയങ്ങൾ, അല്ലാതെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ ഉള്ളിലേക്ക് തിരിക്കും? കണ്ണു മാത്രം വേണമെങ്കിൽ അടയ്ക്കാം അല്ലേ? അപ്പോൾ അമൃതത്വം, ഇതിനൊരു ശക്തി എന്താ? അമൃതത്വം ഇച്ഛന്, അമൃതത്വത്തിനെ, നിർവാണത്തിനെ, ആത്മസാക്ഷാത്കാരത്തിനെ നേടിയെടുക്കാനായിട്ട് എന്ന് പറഞ്ഞു. സ്വഭാവ പ്രവൃത്തി നിരോധം കൃത്വാ
അതിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തി എന്താ? പുറത്തേക്ക് ഓടുകയാണ്. അതിനെ നിരോധം കൃത്വ, അതിനെ അടക്കിയിട്ട് തന്നിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ആത്മധ്യാനം, ശരിക്ക് ധ്യാനം എന്ന് വെച്ചാൽ മനസ്സിനെ ആത്മസ്വരൂപത്തിൽ നിർത്തുക. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, യത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ എത്ര ചൈവ ആത്മനാ ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. സുഖമാത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ തം വിദ്യാത് ദുഃഖസംയോഗവിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യഃ യോഗോ അനിർവിണ്ണചേതസ. ക്ഷീണിച്ചു പോവാതെ, തളർന്നു പോവാതെ, മടുപ്പ് തോന്നാതെ ഈ യോഗം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ പറയാണ്. പല യോഗികളും അതിനാണ് ശ്രമിച്ചത്. ഏതൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ദുഃഖത്തിനോടുള്ള ഈ സമ്പർക്കം കട്ടാവും. ദുഃഖസംയോഗ വിയോഗം, അസ്യൂംഡ് അസോസിയേഷൻ, അസ്യൂംഡ് അഫിനിറ്റി ടു സോറോ. വാസ്തവത്തിൽ നമ്മളുടെ സ്വരൂപത്തിൽ ദുഃഖമൊന്നുമില്ല. അതിന് തെളിവാണ് സുഷുപ്തി. ശാരീരികമായ ദുഃഖം പോലും നമുക്ക് ബാധിക്കില്ല. ശരീരത്തിന് കൈ കാലൊക്കെ മുറിഞ്ഞാൽ പോലും ആസ്പത്രി പോയാൽ എന്ത് ചെയ്യും? ട്രാങ്കുലൈസർ തരും, അല്ലേ? ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു അനസ്തീഷ്യ തരും. അപ്പം എന്താവും? അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയിൽ ഏതോ ഒരു പാർട്ട് എനിക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഉറക്കിക്കളയാണ്. അപ്പം എന്താ? അസ്ഥി എന്ന് പറയുന്നത് അനസ്തി എന്ന് പറയും. നാസ്തിക്ക് ഒരു പ്രയോഗം. ശരിക്കും അതിനെ അർത്ഥം ഒക്കെ ഒരേ ലാംഗ്വേജാണ്, ഈ ലാറ്റിൻ, ഹീബ്രു ഒക്കെ. അപ്പം അസ്ഥി എന്ന് പറയുന്നതിന് അനസ്തി എന്ന് പറയും, നാസ്തി എന്ന് പറയും. അനസ്തീഷ്യ, ഈഷ്യ, ഈട്ട്, ആ ധാതു. ആ ധാതു ഇപ്പം ഇവിടെ ചൈതന്യ പ്രയോഗമാണെന്ന് പറയാം. ആ ചൈതന്യം അറിയണില്ല, ശരീരാദികൾ പ്രജ്ഞയില്ല. അപ്പോൾ അസ്തിത്വം അങ്ങോട്ട് മറന്നുപോയി, ഒക്കെ മറന്നുപോയി, വേദനയൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ബുദ്ധിയിലാണ് ഈ ദേഹാഭിമാനമൊക്കെ കിടക്കണതേ. ബുദ്ധിയിലാണ് ദേഹാഭിമാനമൊക്കെ കിടക്കുന്നത്. ആ ബുദ്ധിയിൽ ഒരംശം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന അറിയില്ല. പണ്ടൊക്കെ ഈ ഗർഭത്തിന് കുട്ടികൾ ആയുധം വെച്ച് എടുക്കേണ്ടി വരും, ഇന്ന് സർജറി ചെയ്യണ പോലെ ചിലപ്പോൾ. അപ്പോൾ കഞ്ചാവാണ് കൊടുക്കുക സ്ത്രീകൾക്ക്. കഞ്ചാവ് കൊടുത്തിട്ട് സർജറി ചെയ്യും. പല സ്ത്രീകളും അത് കഴിഞ്ഞ് കഞ്ചാവിന് അഡിക്റ്റഡ് ആവും. പണ്ടൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ശരീരവുമായിട്ടുള്ള ടെമ്പററി ഡിസസോസിയേഷനാണ്. ഈ കഞ്ചാവ് എന്ന് പറയുമ്പോൾ നോക്കും, പല മരുന്നുകളിലും ഉണ്ട്. അത് നമുക്കറിയില്ല, അത്രയേ ഉള്ളൂ. പല മരുന്നുകളിലും, മാനസികമായ മരുന്നുകളിലൊക്കെ ഉണ്ട്. അത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സാധനമാണത്. അങ്ങനെ ഉപയോഗിക്കും അവർ. അപ്പോൾ അത് ശരീരവുമായിട്ടുള്ള സമ്പർക്കത്തിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തി, മനസ്സ് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തി. അപ്പോൾ എന്താ, എന്തുണ്ടോ അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കല, ചൈതന്യ കല മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കലകളൊക്കെ ഉപാധിയുടെ സമ്പർക്കമൊക്കെ വിടുപോയി. അപ്പോൾ ഈ ഉപാധിയുടെ ഒക്കെ സമ്പർക്കം തന്നെ ഈ ബുദ്ധിയിലുള്ള ഒരു അവിദ്യയിലാണ് ഇരിക്കുന്നത്, അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങട് ഇല്ലാതെ ശുദ്ധ ചൈതന്യമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വരൂപത്തിൽ ഒരു പ്രശ്നവുമില്ല, ദുഃഖമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ക്ലൂ കിട്ടിയിട്ടാണ് ബുദ്ധനൊക്കെ ഇത്ര കിടന്ന് പെടഞ്ഞത്. അത് കണ്ടു. അപ്പോൾ മനസ്സിലായി എവിടെയോ ഒരു സെൻറ്റർ ഉണ്ട്, അവിടെ ദുഃഖമില്ല. നമ്മളുടെ ഉള്ളിൽ ദുഃഖത്തിൻ്റെ സ്പർശമില്ലാത്ത, ദുഃഖത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചേംബർ ഉണ്ട്. ഈ ശ്രീവിദ്യ ശാക്ത സമ്പ്രദായത്തിൽ അവർ പറയുന്നത് ദ്വീപ് എന്നാണ്, മണിദ്വീപ്, ഒരു ഐലൻഡ്. ആ ഐലൻഡിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ ചുറ്റുമുള്ള സംസാര സമുദ്രത്തിൽ നിന്ന് അൺടച്ച്ഡ് ആണ്.
ആ ഒരു സെൻറ്റർ പ്രതിദിനം നമ്മൾ അതിനകത്തേക്ക് പോണതാണ് ഈ സുഷുപ്തി എന്ന് പറയുന്നത്. കോൺഷ്യസ് ആയിട്ട് ജാഗ്രതത്തിൽ ഛാന്തോഗ്യോപനിഷത്ത് പറയുന്നു, ഈ ദ്വാരപാലകന്മാരെ ഒക്കെ വശപ്പെടുത്തി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ബുദ്ധി, ഇതൊക്കെ തന്നെ ചൊൽപ്പടിക്ക് നിന്നിട്ടാണ് അതിനകത്തേക്ക് പോണതെങ്കിൽ അയാൾ സ്ഥിതപ്രജ്ഞനാണ്. അതൊന്നും ചൊൽപ്പടിക്കല്ലാതെയാണ് അതിനകത്തേക്ക് പോണതെങ്കിൽ നിദ്രാസമാനമാണ്. അങ്ങനത്തെ ട്രാൻസ് ഒന്നും യൂസില്ല. ചിലപ്പോൾ ഭജനയൊക്കെ കേട്ടിട്ട് ആളുകൾ മയങ്ങി വീഴും, ചിലപ്പോൾ സത്സംഗത്തിൽ തന്നെ മയങ്ങി വീഴും, അങ്ങനെയൊക്കെ നടക്കും. ചിലർക്ക് ഇങ്ങനെ സത്സംഗത്തിലൊരു ലഹരിയൊക്കെ പിടിച്ച് ചിലർ പെട്ടെന്ന് അങ്ങോട്ട് മയങ്ങി വീഴും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു വരും പോവും. പലർക്കും ആ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസിൽ ഒരു വല്ലാത്ത ആകർഷണമാണ്. അത് ശരിക്കും ഇന്ദ്രിയ നിഗ്രഹത്തോടെ, മനോനിഗ്രഹത്തോടെ, ബുദ്ധിയിൽ നല്ല അറിവോടുകൂടെ ശാന്തമായ അവസ്ഥ വരണം. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചപ്പാട് തുള്ളുമ്പോൾ ചിലപ്പോഴൊക്കെ വരും, ചിലതൊക്കെ പറയും, അല്ലേ? അതുപോലെ ആയിട്ട് പോരാ. ഈ വെളിച്ചപ്പാടെന്നുള്ള വാക്ക് തന്നെ ഞാൻ പറയാം, ഈ എൻലൈറ്റൻമെൻറ്റ് എന്നുള്ളതിനുള്ള മലയാള വാക്കാണത്. ലൈറ്റ്, വെളിച്ചം, എൻലൈറ്റൻമെൻറ്റ്, വെളിച്ചത്തിൻ്റെ പാടിൽ പോയി നിൽക്കുന്ന ആളാണ് വെളിച്ചപ്പാട്. ഈസ് ഇൻ ലൈറ്റ്. അപ്പോൾ ശരിക്കും അതെന്നൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. പക്ഷെ അയാളുടെ കൺട്രോളിലല്ല. ആ സമയത്തേക്ക് അയാൾക്ക് വെളിച്ചം വന്നു, കുറച്ച് കഴിഞ്ഞാൽ പോയി. അപ്പം ശരിയായ വെളിച്ചപ്പാട് ജ്ഞാനിയാണ്. വെളിച്ചപ്പാട് വെളിച്ചത്തിൽ നിൽക്കുന്ന ആളാണ്, വെളിച്ചത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ് വെളിച്ചപ്പാട്. അപ്പോൾ അമൃതത്വത്തിനെ ഇച്ഛിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ മരണമില്ലായ്മ ആത്മാവിന് സ്വഭാവസിദ്ധമാണ്. അതുപോലൊരു പുതിയ അനുഭവമല്ല, എല്ലാവർക്കും അതിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് എത്ര വയസ്സായാലും ആളുകൾ മരിക്കുന്നത് ചിന്തിക്കാത്തത്. ആരുടെയൊക്കെ മരണം കണ്ടാൽ എനിക്ക് മരണമുണ്ട് എന്ന് ആളുകൾ ചിന്തിക്കണേ ഇല്ല. 95, 96 വയസ്സിലൊക്കെ ഒരു 10 വർഷത്തെ പ്ലാനൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇങ്ങനെയൊരു മുത്തശ്ശൻ വിൽപത്രം എഴുതി വെച്ചു, എൻ്റെ കാലത്തിന് ശേഷം എൻ്റെ വീട് എൻ്റെ മകനും, അയാളുടെ കാലത്തിന് ശേഷം പേരക്കുട്ടിക്കും, പേരക്കുട്ടിയുടെ കാലത്തിന് ശേഷം ആരും ഇല്ലെങ്കിൽ തിരിച്ച് എനിക്ക് തന്നെ വരുന്നത്. ആർക്കും അവരവർ മരിക്കുമെന്നുള്ള തോന്നലേ വരണില്ല. നിങ്ങൾ ഇനിയൊക്കെ ചിന്തിച്ച് ഉണ്ടാക്കി ഉള്ളിലൊക്കെ പറഞ്ഞു കൊടുത്താലും അധികം നേരം നിൽക്കില്ല. അത് അജ്ഞാനം കൊണ്ടല്ല, നമ്മളുടെ ഉള്ളിൽ ശാശ്വതാനുഭവം തകട്ടി വരുന്നുണ്ട്. അത് എവിടെയോ ഉള്ളിലുണ്ട്. ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ഇരുന്നു കൊണ്ടേയിരിക്കണം എപ്പോഴും ഒരേപോലെ. അതുപോലെ നമ്മൾ മാറണമെന്നൊന്നും നമുക്ക് തോന്നണില്ല. ഫോട്ടോ ഒക്കെ നോക്കിയാലേ അറിയുള്ളൂ. കണ്ണാടിയൊക്കെ നോക്കിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കുറേ മാറി, വയസ്സായി. അതൊന്നും തോന്നാത്തത് കൊണ്ടാണ് 70-80 വയസ്സായാലും ചെറുപ്പക്കാരികളാണെന്നൊക്കെ വിചാരിച്ച് നടക്കാം. അപ്പം എന്താ, ജ്ഞാനം തന്നെ ശരീരത്തിൽ ആരോപണം ചെയ്തിട്ടാണ് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ തോന്നുന്നത്. പക്ഷേ ഉള്ളിൽ അനുഭവം ശാശ്വതമായിട്ട് അങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്. മരണത്തിൻ്റെ സ്പർശമില്ലായ്മയും എല്ലാവരുടെ ഉള്ളിലുണ്ട്, ആനന്ദമുണ്ട്. ഇപ്പോൾ വേദാന്തം ഒരു പുതിയ അറിവ്, വേദാന്തം ഒരു പുതിയ അനുഭവമൊന്നും തരണില്ല. നമ്മളുടെ ഉള്ളിൽ സിദ്ധമായ അനുഭവത്തിനെ നമ്മളെ കൊണ്ട് നോക്കിക്കാണാൻ പഠിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുകയാണ്. അത് ശ്രദ്ധിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിയുമ്പോൾ തെളിഞ്ഞ് നമ്മളുടേതല്ലാത്തതിനെയൊക്കെ നമ്മൾ വിട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് സിദ്ധമായിട്ടുള്ള പൂർണ്ണത, സിദ്ധമായിട്ടുള്ള സൗഖ്യം, സിദ്ധമായിട്ടുള്ള ആനന്ദം, സിദ്ധമായിട്ടുള്ള മരണമില്ലായ്മ പ്രകാശിക്കും. അത്രയും നിത്യ എവർ അറ്റൈൻമെൻറ്റ് ഓഫ് ദ എവർ അറ്റൈൻഡ്. അത്രയും റെക്കഗ്നിഷൻ, റിവലേഷൻ ഓഫ് ദ എവർ റിവീൽഡ്.
അതുകൊണ്ട് ശാശ്വതമാണ്. പുതിയതായിട്ടുണ്ടാവുന്നതാണെങ്കിൽ പോയി പോകും. പുതിയ ഒരു അറിവ് വന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാതാവും. അപ്പം ഇത് സ്വയം പ്രകാശമാണ്, ശാശ്വത പ്രകാശമാണ്. അപ്പം അതിനെ അറിയാനാണ് ബുദ്ധിയെ അന്തർമുഖമാക്കി തീർക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം, മനസ്സ് വിക്ഷേപം ഉണ്ടാക്കാതിരിക്കണം. അങ്ങനെ മനസ്സിനെ അന്തർമുഖമാക്കാം. അടുത്ത മന്ത്രം. പുറമേക്ക് വിഷയങ്ങളെ ചിന്തിക്കുകയും അകമേക്കുള്ള ആത്മാവിനെ ധ്യാനിക്കുകയോ ഒരേ സമയത്ത് നടക്കില്ല. നഹി ബാഹ്യവിഷയാലോചന പരത്വം പ്രത്യേകാത്മേക്ഷണം ച ഏകസ്യ സംഭവതി എന്ന് പറഞ്ഞു ആചാര്യൻ. അപ്പോൾ പുറമേക്കാണ് മനസ്സിനെ ഇന്ദ്രിയങ്ങളെയും വിക്ഷിപ്തമായി വിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത മന്ത്രം. പരാചഃ കാമാൻ അനുയന്തി ബാലാഹ തേ മൃത്യോർയന്തി വിതതസ്യ പാശം അഥ ധീരാ അമൃതത്വം വിദിത്വാ ധ്രുവം അധ്രുവേഷ്വിഹ പ്രാർത്ഥയന്തേ. യത്താവത് സ്വാഭാവികം പരാഗേവ അനാത്മദർശനം തദാത്മദർശനസ്യ പ്രതിബന്ധകാരണം അവിദ്യാ തത്പ്രതികൂലത്വാദ് യാച പ്രാഗേവ അവിദ്യോപപ്രദർശിതേഷു ദൃഷ്ടാദൃഷ്ടേഷു ഭോഗേഷു തൃഷ്ണ താഭ്യാം അവിദ്യാതൃഷ്ണാഭ്യാം പ്രതിബദ്ധ ആത്മദർശനഃ പരാചഃ ബഹിർഗതാൻ ഏവ കാമാൻ കാമ്യാൻ വിഷയാൻ അനുയന്തി അനുഗച്ഛന്തി ബാലാഃ അല്പപ്രജ്ഞാഃ തേന കാരണേന മൃത്യോഃ അവിദ്യാകാമകർമ്മ സമുദായസ്യ യന്തി ഗച്ഛന്തി വിതതസ്യ വിസ്തീർണസ്യ സർവതഃ വ്യാപ്തസ്യ പാശം പാശ്യത്തെ ബധ്യത്തെ യേന. മൃത്യുവിൻ്റെ കയറ് ഇങ്ങനെ പരന്ന് കിടക്കുക എന്നാണ്. എവിടെ മൃത്യു ധാവതി എന്ന് പറഞ്ഞു ഉപനിഷത്ത്. ഓടണു അത്ര. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഓടുമ്പോഴും അതിന് മുമ്പ് അവിടെ പോയി നിൽക്കും. ഒരാൾ തപസ് ചെയ്ത് യമനെ തപസ് ചെയ്തിട്ട് പറഞ്ഞു അത്രേ മരിക്കാതിരിക്കണം. യമൻ പറഞ്ഞു അതിന് വഴിയൊന്നുമില്ല. അപ്പം ഞാൻ മരിക്കുന്ന ദിവസം എനിക്ക് എപ്പോഴാണോ മരണം, വൈകിട്ടാണെങ്കിൽ രാവിലെ നേരത്തെ എനിക്ക് മൃത്യുവിനെ കാണാൻ കഴിയണം. അങ്ങനെ ഒരു വരം ചോദിച്ചു. അപ്പം അയാൾ ഒരു ദിവസം എല്ലാം കുറേ കാലം കഴിഞ്ഞു വരം കൊടുത്തു. ഇയാളിങ്ങനെ കൊച്ചിയിൽ കടൽക്കരയിൽ നടക്കാൻ പോയതാണ്. അപ്പോൾ കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. അവിടെ ഒരാളിരിക്കണു. എവിടെയാ പരിചയം ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പരിചയമുള്ള ആളല്ല, പക്ഷേ മൃത്യുവാണ്, യമനാണ്. അയാൾക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ തലയിൽ കിരീടവും ഗതയൊക്കെ ആയിട്ട് ഇരുന്ന ആർക്കും കാണില്ലല്ലോ. പക്ഷെ ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ കയ്യിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് മൃത്യു കൂടി വന്നു. ഇയാൾ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വൈകുന്നേരം ഇപ്പോൾ പിടിക്കാൻ മൃത്യു വന്നിരിക്കണം, അതുകൊണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. നെടുമ്പാശ്ശേരിക്ക് കാറെടുത്തു പോയി. കിട്ടിയ ഫ്ലൈറ്റിൽ കയറി ആൾ രാത്രിയാവുമ്പോഴേക്കും ഡൽഹിയിലെത്തി. എന്നിട്ട് അവിടെ കിട്ടിയ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. നല്ലൊരു ലോഡ്ജിൽ റൂം എടുത്ത് തുറന്ന് ഉള്ളിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നു പാർട്ടി. അയാൾ പറഞ്ഞു വെൽക്കം. ഇവിടെ വെച്ചാണ് പിടിക്കേണ്ടത്. ഞാൻ തന്നെ ആശ്ചര്യപ്പെടുകയായിരുന്നു ഇവിടെ വെച്ച് പിടിക്കേണ്ട ആളെ രാവിലെ കൊച്ചിയിൽ കണ്ടപ്പോൾ. അവിടുന്ന് ഇപ്പം ഇവിടേക്ക് എങ്ങനെയാണ് എത്തിക്കുക? ഇത്രയും ദൂരം എനിക്ക് എഴുതി തന്നിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്.
ഡൽഹിയിൽ ഹോട്ടലിൽ വെച്ചാണ്. പക്ഷേ മൂപ്പര് ഡൽഹിക്ക് വരേണ്ട ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ കൊച്ചിയിൽ മട്ടാഞ്ചേരി കടൽക്കരയിൽ കണ്ടപ്പോൾ വിചാരിച്ചു എങ്ങനെയാ ഇപ്പോൾ ഡൽഹിയിൽ പോയി പിടിക്കുക മൂപ്പരെന്ന് വെച്ചു. നിങ്ങൾ കിട്ടിയ ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി, വളരെ സൗകര്യമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൃത്യു അയാളിങ്ങനെ ഓടി നടക്കുകയാണ്. നമ്മൾ പോണതിന് മുമ്പ് മൂപ്പര് അവിടെ ഉണ്ട്. മൃത്യോരിയന്തി വിതതസ്യപാശം, വ്യാപിച്ചിരിക്കുകയാണ് മൃത്യു. വിതതം എന്ന് വെച്ചാൽ വ്യാപ്തം, അങ്ങനെ പരന്ന് കിടക്കുകയാണ്. മൃത്യു ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ആ മരിക്കുക അവസാനത്തെ മൃത്യുവല്ല, പുറമേക്കുള്ള ആഗ്രഹങ്ങളുടെ വഴിക്ക് പോകുന്ന ബാലാഹ, കുട്ടികൾ എന്ന് വെച്ചാൽ ഇവിടെ അറിവില്ലാത്തവരെന്നർത്ഥം, അല്ലാതെ കൊച്ചു കുട്ടികളല്ല അല്ലേ. 80 വയസ്സൊക്കെ ആയിട്ട് ചിലർ കുട്ടികളെ പോലെ ആവും. അതിനു മുമ്പേ കുട്ടികളെ പോലെ ആയാൽ അതിന് പറ്റിയ സ്ഥലം നോക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ വേണ്ട അറിവില്ലാത്തവർ, വിവേകമില്ലാത്തവരെ പരാജഹ്കാമാന് അനുയന്തി ബാലാഹ, പുറമേക്കുള്ള കാമനകളെ അന്വേഷിച്ചു പോകുന്നു. അവര് മൃത്യോഹോയന്തി വിതതസ്യ പാശം, മൃത്യുവിൻ്റെ കയറിൽ കുരുക്കിൽ പെടുമെന്നാണ്. എന്നുവെച്ചാൽ മൃത്യു എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരമെന്ന് തോന്നിപ്പിക്കുന്ന ശക്തി, ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും മനസ്സിനുമൊക്കെ കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ ഞെക്കിപ്പിഴിയുന്ന ഫോഴ്സ്, അവിദ്യ, അജ്ഞാനം. ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു കാമകർമ്മ ഫലരൂപം, അവിദ്യാ കാമകർമ്മ ഫലരൂപ മൃത്യു. അതാണ് അവിദ്യ, അതിൽ നിന്ന് ആഗ്രഹം, അതിൽ നിന്ന് കർമ്മം, അതിൽ നിന്ന് ഫലം, ഇങ്ങനെയുള്ള ചക്രം. ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. ഇതാണ് മൃത്യു. മൃത്യു അവസാനത്തെ മരണമൊന്നുമല്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല. മൃത്യു എന്താണെന്ന് വെച്ചാൽ എനി ലിമിറ്റേഷൻ, നമ്മളെ ബന്ധിപ്പിക്കുന്നതൊക്കെ തന്നെ, വിഷമിപ്പിക്കുന്നത്. സമാധാനമായി ശാന്തമായി അനന്തമായിട്ട് ഇരിക്കേണ്ടതാണ് നമ്മുടെ സ്വരൂപം. അതിനു പകരം ചുരുങ്ങി 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 വന്ന് പലവിധത്തിലുള്ള ദുഃഖങ്ങൾ, ഞാൻ, നീ, അവൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ മൃത്യുവാണ്. അപ്പോൾ പുറമേക്ക് മനസ്സിനെ വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇന്ദ്രിയങ്ങൾ വഴി മനസ്സ് പുറമേക്ക് അലയാൻ തുടങ്ങിയാൽ പലവിധ പ്രശ്നങ്ങളാണ്. അഥ ധീരാഹ, ഇതൊക്കെ അറിഞ്ഞാലും എന്നാലും സ്വാമി എന്ന് പറയും. നമ്മളൊക്കെ നല്ല ഭട്ടുമാരാണ്. ബട്ട് എന്ത് ചെയ്യും? ബട്ട് നിങ്ങൾ മാത്രമല്ല ബട്ട് കേട്ടോ, എല്ലാവരും ബട്ടാണ്. അപ്പോൾ എല്ലാവരും ബട്ട്. ഈ ബട്ടറാണ് ഇവിടെ പട്ടറായത്. എല്ലാവരും ബട്ടറാണ്. എല്ലാവരും ബട്ട് ബട്ട് ബട്ടെന്ന് പറഞ്ഞിട്ടാണ്. ഒക്കെ ശരി, എന്നാലും അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും? അത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നാണ്. നാം മരിച്ചു പോകണം, അത്ര തന്നെ. മരിച്ചു പോവാന്ന് വെച്ചാൽ എന്താ? ദുഃഖിക്കണം, വിഷമിക്കണം. ഒരു വലിയ സിദ്ധാർത്ഥ രാജകുമാരൻ രാജ്യമൊക്കെ ഭരിക്കേണ്ട ആളാണ്. ഇത് ശരിക്കും കണ്ടു, അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് വിശേഷം. അതെ, അയ്യോ അപകടം എന്ന് ചാടിക്കളഞ്ഞു. ദ ഹൗസ് ഈസ് ഓൺ ഫയർ എന്നാണ്. വീട് തീ പിടിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ പാലടപ്രഥമൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ കഴിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വീട് തീ പിടിച്ചിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. ഹലുവ ഉണ്ട്, ഈ നമ്മുടെ ഈ വെള്ളപ്പൊക്കം വന്നുമല്ലോ ഇപ്പോൾ ഈ ഇടയിൽ.
അപ്പോൾ ഒരു വീഡിയോ തന്നെ ഉണ്ട്. ഒരമ്മ അവർ ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആളുകളൊക്കെ പോയിട്ട് ആ വീട്ടിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നോക്കിയാൽ അവർ പറയണത് TV മാത്രം അവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ ഒരു സീരിയലുണ്ട് അത് കണ്ടിട്ട് പോവാം, അത് കഴിയട്ടെ എന്ന്, ബാക്കിയൊക്കെ മുകളിൽ കൊണ്ടുപോയിക്കൊള്ളൂ. അപ്പോൾ അവർ അമ്മ വെള്ളം വരണു, ഇപ്പോൾ ഒക്കെ പോകും, നിങ്ങൾ മുകളിലേക്ക് കയറാം. അങ്ങനെയാണ്. ഇതൊന്നും ബാധിക്കണില്ല എന്നർത്ഥം. അത് എന്ത് വെള്ളപ്പൊക്കം വന്നാലും എന്ത് വന്നാലും ഈ സീരിയൽ ഇങ്ങനെ കാളമൂത്രം പോലെ കുറേ കാലമായി തുടങ്ങിയിട്ടേ അത് കഴിയണോ. അതിങ്ങനെ ഒരു നാണല്ല. വയസ്സായാലും അതിനാണ് ശങ്കരാചാര്യർ പറഞ്ഞത് അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തതപിന മുഞ്ചതി ആശാപിണ്ഡം. ഈ ഡം ഡം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ കൊടുക്കാനാണ്. ഒരു കഷ്ടം ആണല്ലോ എന്ന് ചോദിക്കുകയാണ്, വേറൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു സമയം കാലമൊക്കെ വേണ്ടേ? എന്തൊക്കെ എപ്പോൾ ചെയ്യണം, ഏത് വയസ്സിൽ എങ്ങനെ ഇരിക്കണം, അതൊക്കെ അതാത് വയസ്സിലിരിക്കേണ്ട പോലെ ഇരുന്നാൽ വേണ്ടില്ല എന്നാണ്. അപ്പോൾ മൃത്യോർയന്തി വിതതസ്യ പാശം. നചികേതസ് ആ കൊച്ചുകുട്ടിയൊക്കെ ചിത്രീകരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമുക്കൊക്കെ ഒന്ന് ലജ്ജ തോന്നാൻ വേണ്ടിയിട്ടാണ്. ഒരു കൊച്ചു പയ്യൻ കുമാരം സന്തം എന്നാണ്, ഒരു 4-5 വയസ്സ് പ്രായമുള്ള കുട്ടി യമധർമ്മൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, എനിക്ക് ഈ ഡാൻസും പാട്ടൊന്നും വേണ്ടാന്നാണ്. ഇമാരാമാഹ സരഥാ സതൂര്യാഹ നഹീദൃശാലംബനീയ മനുഷ്യൈഹി. ഇതൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു യമൻ. തവൈവവാഹാഹ തവ നൃത്യഗീതേ. ഈ ഡാൻസ് പാട്ട്, ഈ വാഹനങ്ങൾ, കാറും അതും ഇതൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ. ഇതൊന്നും നാളേക്ക് നിൽക്കാത്ത സാധനമാണ്. എത്ര പേരെ കണ്ടു നമ്മൾ? അല്ലേ കാറുണ്ടെങ്കിൽ ശോകം വരാതിരിക്കുമോ? ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സംഗീതവും വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ നോക്കണം നിങ്ങൾ ജീവിതം. ഒരുപാട് പേരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ സ്തുതി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നും തീരില്ല. അതുകൊണ്ട് യമനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഡാൻസ് പാട്ടൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളാം, എനിക്ക് ആ സത്യം എനിക്ക് പറഞ്ഞു തരും, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ പാട്ട് ഡാൻസ് ഒന്നും വേണ്ട, ഇതൊക്കെ അശാശ്വതമാണ്. ശ്വോഭാവാഹ മർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അപി സർവം ജീവിതമൽപമേവ. ഇനി എത്ര ജീവിതം തന്നിട്ടൊന്നും ആർക്കാ തൃപ്തി വരാൻ പോണത്? തവൈവവാഹാഹ തവ നൃത്യഗീതേ. ഈ ഡാൻസ് പാട്ടൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളാം. ഒന്നാമത് നിങ്ങൾ തന്നെ ആളുകളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെന്ത് പ്രയോജനം? ഈ യമഭടന്മാർ വരുന്നു, തല്ലുന്നു, അടിക്കുന്നു, ചീത്ത വിളിക്കണു എന്നൊക്കെ ഒരുപാട് ശ്ലോകമുണ്ട്. ഇന്നലെ പോലും ആരോ പറഞ്ഞു. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അവസാനമാവുമ്പോൾ ഈ പഴയ സിനിമയിൽ കാണിക്കണ പോലെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ചുമക്കണല്ലേ, ഇതൊക്കെ തന്നെ. ചുമയ്ക്കുക, പനി പിടിക്കുക, പിന്നെ ശ്വാസം കിട്ടാതാവുക, പലവിധ വ്യാധികൾ വരിക, പലതും വരിക. ഇതൊക്കെ തന്നെ ഓരോരോ അസിസ്റ്റൻസിനെ പറഞ്ഞേക്കുകയാണ്. പ്യൂണ്, ക്ലർക്ക്, ശിപ്പായി, ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. ഇതിൻ്റെ അവസാനമാണ് മൂപ്പര് വളരെ മര്യാദയായിട്ട് വരിക. അപ്പം അദ്ദേഹത്തിൻ്റെ സഹചാരികളാണ് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പെടാൻ നേരമായിട്ടോ, റെഡി ആയിക്കോളൂ എന്ന് പറയുകയാണ്. ഓരോന്ന് ലൈറ്റായിക്കോളാന്ന്, വെയിറ്റൊക്കെ വിട്ടിട്ട് തയ്യാറായിക്കോളാന്ന് പറയാം. അപ്പം അതാണ് പരാജക്കാമാന് അനുയന്തി ബാലാഹാം തേ മൃത്യോഹോ യന്തി വിതതസ്യ പാശം. പുറമേക്കിങ്ങനെ പലവിധ അറ്റാച്ച്മെൻറ്റിൽ പെട്ട് കിടക്കുന്നവർ, ഈ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് മൃത്യു, വേറെ ഒന്നുമല്ല. ഇത് തന്നെയാണ് മൃത്യു. അല്ലെങ്കിൽ ആത്മജ്ഞാനമൊക്കെ വളരെ എളുപ്പമാണ്.
അതിന് തടസ്സം ഇത് മാത്രമാണ്, വേറെ ഒരു തടസ്സമില്ല. ഈ അറ്റാച്ച്മെൻറ്റ് മുഴുവൻ അങ്ങോട്ട് വിട്ടാൽ നിങ്ങൾ മെഡിറ്റേഷൻ ക്ലാസ്സിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ല. മെഡിറ്റേഷനൊക്കെ തനിയെ അങ്ങോട്ട് പോരും. ധ്യാനമൊക്കെ സഹജമാണ്, നമ്മുടെ സ്വരൂപമാണ്. എന്തുകൊണ്ട് ധ്യാനിക്കാൻ പറ്റില്ല? മനസ്സ് പ്രവർത്തിക്കണു, ചിന്തകൾ. ഇതാ കുറേ പേര് എഴുതിയിട്ടുണ്ട്, ജപിക്കാനിരുന്നാൽ ചിന്ത വരുന്നു, ഒക്കെ വരും. ഇങ്ങനെ വരാതിരിക്കും? എന്തിനെക്കുറിച്ച് ചിന്തിക്കും? അമേരിക്കൻ പ്രസിഡൻറ്റിന് തലവേദനിക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് ചിന്തിക്കുമോ? അല്ല, നരേന്ദ്രമോദിയെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമോ? ഒന്നുമില്ല. എൻ്റെ മകള്, എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രശ്നം, എൻ്റെ കാര്യം, എൻ്റെ പണം, എൻ്റെ വീട്, ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എൻ്റെ സുഖഭോഗങ്ങൾ. ഇതിനെയാണ് ഇവിടെ മൃത്യു എന്ന് പറയുന്നത്. ഇവരാണ് ആളുകൾ, മൃത്യു കിങ്കരന്മാർ, യമകിങ്കരന്മാർ. ഇതൊക്കെ പറഞ്ഞാൽ സ്വാമി നടക്കുമോ എന്ന് വെച്ചാൽ, ശരി, നമുക്ക് ആരോഗ്യമുണ്ട്, ചെറുപ്പത്തിൽ ഗുസ്തി പിടിക്കാൻ പറ്റണ വയസ്സിലൊക്കെ ആയി, കുറച്ച് കഴിയുന്തോറും ഒക്കെ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്. കാളിദാസൻ പറഞ്ഞ പോലെയെങ്കിലും ഒക്കെ ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനെ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേന അന്തേ തനുസ്ത്യജാം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നല്ല വിദ്യകളൊക്കെ പഠിച്ച് അറിവൊക്കെ കളിച്ചൊക്കെ നടക്കട്ടെ, കുഴപ്പമില്ല. യൗവനെ വിഷയൈഷിണാം, നല്ല യൗവനത്തിൽ അയാൾ വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കട്ടെ, ധർമ്മത്തിൻ്റെ വരമ്പിലിരുന്ന് അനുഭവിച്ചോട്ടെ. വാർദ്ധകേ മുനിവൃത്തീനാം, ഇത്തിരി വയസ്സാവണമെന്ന് തോന്നുമ്പോൾ മുനിവൃത്തി, സംയമം, തപസ്. പിന്നെ അതിൻ്റെ ഗ്രാൻഡ് കൾമിനേഷൻ യോഗേന അന്തേ തനുസ്ത്യജാം. യോഗം എന്താണെന്ന് വെച്ചാൽ ദുഃഖസംയോഗ വിയോഗമാണ് യോഗം. ദുഃഖത്തിൽ നിന്നൊക്കെ സംയോഗത്തിൽ നിന്ന് വിയോഗം, പരമപ്രശാന്തമായ. എത്ര ആത്മനൈവ ആത്മന ആത്മാനം പശ്യന് ആത്മനി തുഷ്യതി. ആത്മാവിനെ കണ്ട് അനുഭവിക്കുന്ന സുഖസ്വരൂപമായ യോഗത്തിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായി തൃപ്തനായി എനിക്കിനി ഒന്നും നേടാനില്ല എന്നൊക്കെ നെഞ്ചു തൊട്ട് പറയാൻ കഴിയണം. തൃപ്തിയോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. അങ്ങനെ തനുത്യജാം സിദ്ധോസ്മി അനുഗൃഹീതോസ്മി എന്നാണ് ഭാഗവതത്തിൽ പരീക്ഷിത്ത് പറഞ്ഞത്. ഞാൻ സിദ്ധനായിരിക്കുന്നു, അനുഗൃഹീതനായിരിക്കുന്നു, തൃപ്തനായിരിക്കുന്നു, ഒരു കംപ്ലൈൻ്റ് ഇല്ല എന്നാണ്. ഒന്നിനെക്കുറിച്ചും കംപ്ലൈൻ്റ് ഇല്ല, ജീവിതത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ യോഗേന അന്തേ തനുസ്ത്യജാം, അതിന് ഫ്രീഡം. അപ്പോൾ നമുക്ക് ഈ മൃത്യുവിൻ്റെ കയറുകൾ, പല പല കയറുകൾ നമ്മളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കെട്ടിയിട്ടുണ്ട്. അതൊന്നും അഴിച്ചെടുക്കാതെ മെഡിറ്റേഷനൊന്നും പ്രയോജനപ്പെടില്ല. ജയിലിലിരുന്നു കൊണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവൻ എന്ത് പറയണം? തുറന്നു വിടുമെന്നാണ്. ഞാൻ ഒന്ന് പോയിക്കോട്ടെ എന്ന് പറയണം, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, അതാണ് പറയേണ്ടത് അല്ലേ. അതിന് പകരം ജയിലിൽ രാവിലെ എന്താണ് പുട്ടും കടലയും, ഉച്ചയ്ക്ക് ഊണിന് പായസം വേണം, കാപ്പി വേണം, ചായ വേണം, ഇതൊക്കെ ഓർഡർ ചെയ്താൽ മതിയോ? തുറന്നു വിടൂ, ഞാൻ പോയിക്കോട്ടെ എന്നാണ്. ആ സ്വാതന്ത്ര്യമാണ് ചോദിക്കേണ്ടത്. അതില്ലാതെ അതിനകത്ത് തന്നെ ആ മൃത്യുവിൻ്റെ കയറുകൾ അഴിച്ചിടാതെ അതിൽ നിന്ന് സ്വതന്ത്രനാകാതെ ഇരിക്കുന്നവന് ശാന്തിയില്ല. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊള്ളണം. ഈ വിദ്യ അറിയേണ്ടതാണ്, ഈ അറിവിനെ ഉപാസിക്കേണ്ടതാണ്. എങ്ങനെ ഉപാസിക്കണം? ആത്മാവെന്ന് തന്നെ ഉപാസിക്കണമെന്ന് ശ്രുതി പറഞ്ഞു. ആത്മേത്യേവ ഉപാസീത്, ആത്മാവെന്ന് തന്നെ ഉപാസിക്കുക എന്നാണ്. ആത്മാധ്യാനം ചെയ്യാം. അതിൽ ഈ മൃത്യുവിൻ്റെ കയറുകൾ ഒന്നൊന്നായി അഴിച്ചെടുത്ത് കളയുക, ഒന്നിനോട് സംഘമില്ലാതാവുക. നിങ്ങളപ്പോൾ ധ്യാനിക്കേണ്ടി ഒന്നും വരില്ല. ധ്യാനം നിങ്ങളുടെ സ്വരൂപമാണ്, സമാധി നിങ്ങളുടെ സ്വരൂപമാണ്.
നിർവാണം നിങ്ങളുടെ സ്വരൂപമാണ്, ശാന്തി നിങ്ങളുടെ സ്വരൂപമാണ്, സഹജമാണത്. കൊച്ചു കുട്ടികളൊക്കെ നോക്കൂ, ജനിച്ചപ്പോൾ ഒരാളും ടെൻഷൻ ഡിപ്രഷൻ എന്നൊന്നും പറയില്ല. 3-4 വയസ്സ് കുട്ടികൾ എത്ര സന്തോഷമായിട്ടാണ് നടക്കണത്. എന്താ അവരുടെ ആനന്ദത്തിന് കാരണം? ഇനിയും ഈ കയറൊന്നും എടുത്ത് കഴുത്തിലിട്ടില്ല. ഇത് ഓരോന്നായിട്ട് എടുത്ത് കഴുത്തിലിട്ട് ശ്വാസം മുട്ടിയിട്ടാണ് നിലവിളിക്കണത്. അപ്പോൾ അറിഞ്ഞവൻ അറിവിൻ്റെ ബലം കൊണ്ട് വീണ്ടും കുട്ടിത്തം വരിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. പാണ്ഡിത്യം നല്ലവണ്ണം അറിയേണ്ടത് അറിഞ്ഞിട്ട് ബാല്യേന ഒരു കുട്ടിയെ പോലെ ആയിത്തീരണമെന്നാണ്. എന്നുവെച്ചാൽ ബാല്യം എന്താ? ജ്ഞാനത്തിൻ്റെ ബലം കൊണ്ടുള്ള ബാല്യമാണ് അവിടെ. ഒരു കൊച്ചു കുട്ടിയെ പോലെ ഫ്രീ, സ്വതന്ത്രനാണ്, നാച്ചുറൽ ഫ്രീഡമാണ്. അപ്പോൾ ധീരാഹ, ഈ ധീരനായിട്ടുള്ളവൻ അമൃതത്വം വിദിത്വ, ഇങ്ങനെ ഒരു നിർവാണ പദം, ആത്മസാക്ഷാത്കാരം ഇതുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഉള്ള ഈ ലിമിറ്റഡ് ആയിട്ടുള്ളതിൻ്റെ നടുക്ക് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള അനന്തമായ പൂർണ്ണത്തിനെ അയാൾ പ്രാർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ അതിനുവേണ്ടി ഉത്കടമായി ആശിക്കുന്നു, അതിനുവേണ്ടി സർവപ്രയത്നവും ചെയ്യുന്നു. ഇതാണ് ശ്രുതിവചനം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.